ഒരുപക്ഷെ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എടുക്കുന്ന ഒരു ധീരോദാത്തമായ തീരുമാനം, ഇന്ത്യയിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ശക്തവും വ്യക്തവുമായ തീരുമാനമായിരിക്കും അത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് വെല്ലുവിളിച്ചുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രംഗത്ത് വരുന്നത്. സമാനമായി ഒരു സാഹചര്യം ഇന്ത്യയിൽ മുമ്പെങ്കും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. DY ചന്ദ്രചൂഡോ അല്ലെങ്കിൽ രഞ്ജൻ ഗൊഗോയോ ഒന്നും തന്നെ ഇത്തരത്തിൽ നീങ്ങിയിട്ടില്ല. വാസ്തവത്തിൽ രഞ്ജൻ ഗൊഗോയ് BJPയുടെ ഏജന്റായി പ്രവർത്തിച്ചു എന്ന അപഖ്യാതി നേരിടേണ്ടി വന്നൊരു വ്യക്തിയാണ്. മാത്രമല്ല DY ചന്ദ്രചൂഡും BJPയോട് മൃദു സമീപനമായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ എന്നതാണ് പൊതുവിലുള്ള അഭിപ്രായം. എന്നാൽ സഞ്ജീവ് ഖന്നയെ കുറിച്ച് അത്തരത്തിൽ ഒരു പരാമർശമില്ല. ഒരുപക്ഷെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കഴിവും ഊർജ്ജസ്വലതയുമുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ സഞ്ജീവ് ഖന്നയാകും എന്ന രീതിയിലേക്കാണ് ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികളും അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കുകയും അതിനകത്ത് ഒരിക്കലും ഇമോഷണൽ പ്രോസസ്സിലൂടെ അദ്ദേഹം പോവുകയും ചെയ്യുന്നില്ല എന്നതാണ് മറ്റുള്ള ജഡ്ജിമാരിൽ നിന്നും സഞ്ജീവ് ഖന്നയെ വളരെ വ്യത്യസ്തനാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ കേന്ദ്ര ക്യാബിനറ്റിനോ സ്വാധീനിക്കാൻ കഴിയുന്നില്ല. അത് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ തന്നെ ഒരു സമാനതയില്ലാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിരവധിയായ ലേഖനങ്ങൾ സൂചിപ്പിക്കുകയാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് പ്രധാനമായും 2 കാരണങ്ങൾ കൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആധികാരികത ചോദ്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു വേർഡിക്റ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് എപ്പോഴും അന്തിമമായിരിക്കും. അത് ഡിവിഷൻ ബെഞ്ചിൻ്റെതാണെങ്കിൽ പിന്നെ അതിനകത്ത് ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ല. അത്തരത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ അപ്പീൽ പോകാൻ പോലും പിന്നീട് അനുവാദമില്ല എന്നുള്ളതാണ് അതിന്റെ ആധികാരികത എത്രത്തോളം വിശാലമാണെന്നതിനെ കുറിക്കുന്നത്. മഹാരാഷ്ട്രയിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്നത് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും ശിവസേന ഉദ്ധവ് വിഭാഗവും കോൺഗ്രസും NCP ശരത് വിഭാഗവും സ്വതന്ത്ര പാർട്ടികളായിട്ടുള്ള ചെറുതും വലുതുമായ നിരവധി പാർട്ടികൾ ശക്തമായി ആരോപിച്ചതാണ്. BJP വലിയ കളികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി കളിക്കുകയും 1961 ചട്ടത്തെ പോലും ഭേദഗതി ചെയ്തുകൊണ്ട് കൈക്കൂലി വരെ നൽകിയിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം നിലനിൽക്കവേ ഇത്തരത്തിലൊരു ജുഡീഷ്യൽ അന്വേഷണം ഏറ്റവും അനിവാര്യമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്.